ഇതിനേക്കാൾ നല്ല പ്രചരണം കൊടുത്തുകൊണ്ടുള്ള നല്ല സമ്പത്ത് മുടക്കിക്കൊണ്ടുള്ള വലിയൊരു പ്രചരണം ആണ് ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ളത് വെച്ച് ഏറ്റവും കൂടുതൽ വാശിയും അതുപോലെ തന്നെ സമ്പത്തും എല്ലാവരും ഇറക്കിക്കൊണ്ടുള്ള ശക്തമായ ഒരു ത്രികോണ മത്സരമാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. എല്ലാ ചിലയിടത്തൊക്കെ വളരെ ശക്തമാണ്. മിക്ക സ്ഥലത്തും ത്രികോണ മത്സരമുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ത്രികോണ മത്സരം വളരെ ശക്തമാണെങ്കിലും ചിലയിടത്തെല്ലാം ആ ത്രികോണ മത്സരമല്ല, രണ്ടുപേര് തമ്മിലുള്ള മത്സരമാണ് വളരെ ശക്തം. രാഷ്ട്രീയ സാഹചര്യങ്ങളെ പറ്റി പറയാൻ നമുക്കൊന്നും പറയാനൊക്കത്തില്ല. ശക്തമായ ഒരു തെരഞ്ഞെടുപ്പും ശക്തമായ പ്രചരണങ്ങളും പ്രവചിക്കാൻ സാധിക്കാത്ത നിലയിലേക്കുള്ള എല്ലാ കക്ഷികളും അവരുടേതായ വിജയങ്ങളും അവകാശപ്പെടുന്നുണ്ട്. ഈ അവകാശപ്പെട്ട അവരുടെ തീരുമാനങ്ങൾ 100 സീറ്റ് കിട്ടുന്നവരും അതിൻ്റെ അപ്പുറത്ത് കിട്ടുന്നവരും ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം എന്താകും എങ്ങനെയാകും എന്ന് പെട്ടി ഒട്ടിച്ച് അറിഞ്ഞ ശേഷം പറയുന്നതായിരിക്കും വളരെ ഭംഗി. ആർക്ക്? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ചിത്തൻ അതിഗംഭീരമായ വിജയം കൈവരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെപ്പറ്റി എനിക്കും പ്രയോജിക്കാൻ നിവൃത്തിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ കനത്ത പോളിംഗാണ്. എന്നാലും പിണറായി വിജയൻ തുടർന്ന് ഭരണത്തിൽ വരണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ ആഗ്രഹവും താല്പര്യവും. എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാത്തിരുന്ന് ജനങ്ങളുടെ വിധി എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അതെല്ലാം ആ ചർച്ചയിലേക്ക് ഞാൻ വരുന്നില്ല. കാരണം അതിനകത്ത് തന്നെ 3-4 പേരിങ്ങനെ മുഖ്യമന്ത്രിയാകാൻ നടക്കുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ്. രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തനത്തിലെല്ലാം രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ആഗ്രഹം കാണാം. വി ഡി സതീശൻ കാണാം, അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്ക് കാണാം, വേറെ പലർക്കും കാണാം. അത് സ്വാഭാവികമാണ്. അതിനെപ്പറ്റി ഒന്നും ഞാനൊരു അഭിപ്രായം പറയുന്നത് ഞാൻ ഒരു അഭിപ്രായം അതിനെപ്പറ്റി പറയാനില്ല. ആരാകണം എന്നുള്ളതിനെ പറ്റി ജനിക്കാൻ പോകുന്ന കൊച്ചിന്റെ പേരിപ്പോഴേണ്ട കാര്യമുണ്ടോ? ജനിച്ചു വരട്ടെ, അപ്പോൾ നമുക്ക് പറയാം. എല്ലാവരും യോഗ്യൻ തന്നെയാണ്. എല്ലാവരും യോഗ്യന്മാരാണ്. കാരണം MLA എന്ന നിലയിൽ പിന്നെ പാസ്സായി വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ യോഗ്യരല്ലേ? ആരും അയോഗ്യരാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ശരിയാണോ? അപ്പോൾ അതുപോലുള്ള വിഷയങ്ങളിലേക്ക് ഒന്നും തർക്കത്തിലേക്ക് വിടാതെ നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. അല്ല, ഇപ്പോഴത്തെ സാഹചര്യം നോക്കുമ്പോൾ ശക്തമായിട്ട് ഇന്നവർ വരും ഇന്നവർ വരികയില്ല എന്ന് ശക്തമായി പറയാൻ സാധിക്കില്ല. എല്ലാവരും അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശങ്ങൾ എന്തെല്ലാം നിലയിലെത്തുമെന്നുള്ളത് പ്രവചിക്കാൻ സാധിക്കില്ല. NDAക്ക് ഒരു മുന്നേറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? NDAക്ക് മുന്നേറ്റം എന്ന് പറഞ്ഞ ഒരു വോട്ടിംഗ് പെർസെന്റേജ് മുൻകൊല്ലത്തേക്കാൾ NDA ഇന്ന് അടുത്ത ഈ തെരഞ്ഞെടുപ്പിൽ നേടുമെന്നുള്ളത് നേരെ തന്നെയാണ്. അതെനിക്കറിയില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമോ ഇല്ലയെന്ന് ഇതിനെപ്പറ്റി ഞാൻ പഠിച്ചിട്ടില്ല. എന്നാൽ തന്നെ പൊതുവെയുള്ള നിലവാരം വെച്ച് പരിശോധിച്ചാൽ NDAക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ടിംഗ് പെർസെന്റേജ് അവർക്ക് കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ചെറ്റ പോലത്തെ പരാമർശം പ്രതിഫലിക്കുക. ഞാനൊരു സാഹചര്യത്തെ പറ്റി ഒന്നും പറയുന്നില്ല. അതെല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ പറയാതെ തന്നെ നിങ്ങളെല്ലാം പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മറ്റു വിഷയങ്ങളിലേക്കൊന്നും വിടാതെ എന്നെ വിടാൻ അനുവദിക്കുക.